ഇത് പ്രശ്നമാണ്. എല്ലാ ചാൻസും ഉണ്ട്. സംഭവം പുറത്തു വന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ നാട് വിടും. മരിക്കാൻ എനിക്ക് പേടിയാണ്, ജീവിക്കാൻ ഇപ്പോൾ അതിലേറെ. ഞാൻ മരണത്തെ ആശ്രയിക്കുന്നു. ബിസിയാണോ? ആരാ? സെൻറ്റ് ജൂഡ് ചർച്ചിൻ്റെ സെമിത്തേരി വരെ ഒന്ന് വരേണ്ടി വരും. 1.5 മണിക്കൂറിനുള്ളിൽ. വരുമ്പോൾ ഒരു 50,000 രൂപയും കൂടെ എടുത്തു. നിങ്ങളാരാ? രാഹുൽ ഇയാളുടെ അനിയനല്ലേ? അപ്പോൾ അനിയൻ്റെ അനിയൻ ഇപ്പം എൻ്റെ കൂടെ. കാശുമായിട്ട് വേഗം വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് പോയിക്കും. പിന്നെ ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. കാരണം അനിയൻ്റെ ടൈം ഇപ്പം അത്ര നല്ലതല്ല. ഹലോ ഹലോ is unavailable to take calls right now. താങ്കൾ വിളിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ കോൾ സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. आपने जिस व्यक्ति को कॉल किया है वो कॉल लेने के लिए उपस्थित नहीं है. ആമാ, രാഹുൽ എവിടെ? അനെ വിളിച്ചിട്ടില്ലല്ലോ. ഓ, അവൻ ഇതുവരെ എത്തിയില്ലടാ. എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. എത്തേണ്ട സമയം കഴിഞ്ഞു. എന്താടാ, എന്തൊരു അത്യാവശ്യ കാര്യമാണോ? ഒന്നുമില്ല അമ്മ. എന്താ മുന്നേ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? എന്ത്? ഒന്നുമില്ല, ഞാൻ വിളിക്കാം.
അപ്പോൾ എങ്ങനാ? ഞാൻ എത്തിച്ചോളാം. അരമണിക്കൂർ. ഓക്കെ. എന്താ നീ ഇവിടെ? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താടാ പറ. ഹലോ. എന്താ ഏട്ടാ വിളിച്ചേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ? എന്താ? നീ എവിടെ? നീ എന്നാ ഫോൺ എടുക്കത്തെ? ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഫോൺ സൈലൻ്റ് ആയിരുന്നു, അതാ കാണാത്തെ. സൈലൻ്റ് ആക്കി വെക്കാനാണോ പുള്ളി ഫോൺ? അതല്ല ഏട്ടാ. നീ വീട്ടിൽ ചെല്ലില്ലേ ഇപ്പോൾ? ഞാൻ വിളിക്കാം. പുല്ലേ എൻ്റെ ലൈഫ് വെച്ച് തന്നെ വേണോ പുല്ലേ നിനക്ക് കളിക്കാൻ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഇതിലും വലിയ കളി കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. എനിക്കിപ്പോൾ ഒന്നും നോക്കാനില്ല. കൊന്നളയും പന്നി. അനിയൻ സേഫ് അല്ലേ? നീ ആരാ? നിനക്ക് കാശ് കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? എനിക്ക് വേറെ പണിയുണ്ട്. എന്താ ഇത്ര കാര്യമായിട്ടുള്ള പണി? ചാവാൻ പോണതാണോ? എന്താ പറഞ്ഞ? നീ ചാവാൻ പോവാണോ? നീ ആരാ? എനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇന്ന് നിൻ്റെ അനിയനൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്തുമാത്രം ടെൻഷൻ അടിച്ചു? നീ എപ്പോഴേലും ഓർത്ത് നോക്കിയിട്ടുണ്ടോ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്തുമാത്രം വേദനിക്കുമെന്ന്? ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കണ നീയാണോ എന്നെ ഉപദേശിക്കാൻ? കാശ് അല്ലേ? അനിയന ഡോറും തുറന്നു നോക്കി. നിന്റെ കാശ മുഴുവനും ഉണ്ട്. ഇനി ഫ്രീ ആയിട്ടൊരു ഉപദേശം തരട്ടെ? നീ ഇപ്പൊ ചാവാൻ കാണിച്ചത്ര ധൈര്യമൊന്നും വേണ്ടടാ ജീവിച്ച് കാണിക്കാൻ. ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് അങ്ങ് ചാവാൻ ഇറങ്ങി പുറപ്പെടുന്ന നീയൊക്കെ ആണാണോടാ? ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് മാഷെ. ചില പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. ഞാനിപ്പോൾ എത്തിപ്പെട്ടേക്കുന്ന പ്രശ്നം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയില്ല. അത് പുറത്തറിഞ്ഞാൽ ഉണ്ടാവുന്ന അപമാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ പുറത്തറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അറിഞ്ഞില്ലെങ്കിലോ? അറിയാനുള്ളത്ര ചാൻസ് തന്നെ അറിയാതിരിക്കാനും ഇല്ലേ? ധൈര്യമായിട്ട് ജീവിച്ച് കാണിക്കടാ, ഒന്നും സംഭവിക്കില്ല. ഇതെൻ്റെ വാക്കാ. ഇനിയെങ്കിലും പറഞ്ഞൂടെ നിങ്ങൾ ആരാണെന്ന്?
ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? സുഖമായിരുന്നില്ലേ? ഇന്നലെ ഈ ഫ്ലോറിൽ വേറെ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. നീ ആരെങ്കിലും കണ്ടോ ഇവിടെ ഇന്നലെ? വേറെ ആരും വന്നിട്ടില്ല. നീ എന്നെ അവിടെ? ഇന്ന് പുതിയ താമസക്കാർ വന്നപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, പിന്നെ അത് ഇവിടെ താമസിക്കുന്നത്? ആ, പോകണേട്ടാ. നിങ്ങൾ ഈ മിറാക്കിൾസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്തോ ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. നാളെ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നലെ എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇന്നെങ്ങനെ ആവണമെന്നും എനിക്കറിയാം. ലൈഫിൽ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ ഹീറോ ആവുന്നത്. ഞാനൊരു ഹീറോ അല്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ട്. എൻ്റെ വലിയൊരു തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാൾ. പക്ഷേ അതാരാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതെൻ്റെ അനിയനാവാം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്ത എൻ്റെ ഫ്രണ്ടാവാം. അതുമല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഞാൻ അറിയാത്ത മറ്റാരോ ആവാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു അത് നീയാണെന്ന്.